പോലീസിനെ സംബന്ധിച്ചൊരു പരീക്ഷണം. പക്ഷെ ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം കേരള പോലീസ് അങ്ങനെ ശ്രമിച്ചത് നടക്കാതെ പോയിട്ടൊന്നുമില്ല. പോലീസ് മോഷണ കേസ് പിടിക്കുന്നതിലൊക്കെ കേരള പോലീസ് എന്നും വളരെ മുന്നിലാണ്. എന്താണ് ഇതിൻ്റെ മോട്ടീവ്? അയാൾക്ക് പൈസ, സാമ്പത്തിക പ്രശ്നമാണ്. അയാൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. വലിയ നിലയിൽ ജീവിക്കുന്ന ആളാണ്. അയാൾക്ക് എല്ലാ സുഖലോലുപതയുണ്ട്. പാർട്ടികൾ പങ്കെടുക്കുന്നുണ്ട്, പാർട്ടികൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എല്ലാ സൗകര്യങ്ങളും. അയാളുടെ വീട് സാറേ, ഇത് എങ്ങനെയൊക്കെ എത്തി? അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എങ്ങനെയാണ് വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു കവർച്ച, ആ കവർച്ചയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഞങ്ങൾ ബാങ്ക് സ്റ്റാഫിനെ വെരിഫൈ ചെയ്തു. ബാങ്കിൽ വന്ന ബാങ്ക് സ്റ്റാഫ് അല്ലാത്തവരുടെ കോംപ്ലിസിറ്റി വെരിഫൈ ചെയ്തു. ബാങ്കിന് ചുറ്റുമുള്ളവരെ വെരിഫൈ ചെയ്തു. നാട്ടിലെ കള്ളന്മാരെയും കൊള്ളക്കാരെയും വെരിഫൈ ചെയ്തു. ജയിലിൽ നമ്മുടെ ആൾ പോയിട്ട് ജയിൽ റിലീസ്ഡിനെ വെരിഫൈ ചെയ്തു. അപ്പം ഇതെല്ലാം വെരിഫൈ ചെയ്ത് ഞങ്ങൾ റൂൾ ഔട്ട് ചെയ്ത് കുറേയേറെ പേരെ ഞങ്ങൾ എലിമിനേറ്റ് ചെയ്തു. ആ എലിമിനേഷൻ ഒപ്പം തന്നെ ഞങ്ങൾ കോൾ ഡീറ്റെയിൽസും CCTV ഫുട്ടേജും നോക്കി. പക്ഷേ CCTV ഫുട്ടേജിൽ നിങ്ങൾ നോക്കൂ, അയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അയാൾ പിന്നെ ഹെൽമറ്റ് എങ്ങും ഊരിയിട്ടില്ല. ഹെൽമറ്റിനകത്ത് മാസ്ക് ഇട്ടു. ഫിംഗർ പ്രിൻ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി അയാൾ ഗ്ലൗസ് ഇട്ടു. കണ്ണിൻ്റെ റെറ്റിന കിട്ടിയാൽ അയാൾക്ക് അറിയാം. റെറ്റിന ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടായതുകൊണ്ട് അയാൾ അതിനാണ് മാസ്ക് ഇട്ടിട്ട് അതിന് പുറത്ത് ഹെൽമെറ്റ് വെച്ചത്. അപ്പോൾ അയാൾ വെൽ പ്ലാൻ നമ്പർ പ്ലേറ്റ് അയാൾ വ്യാജമായിട്ട് ഉപയോഗിച്ചു. ഡ്യൂപ്ലിക്കേറ്റ് ഇതുകൊണ്ട് വെച്ചു. പോയ റൂട്ട്, വന്ന റൂട്ട്, വഴിനീള ഡ്രസ്സ് മാറ്റി. 3 പ്രാവശ്യം അയാൾ ഡ്രസ്സ് മാറ്റി. CCTV ക്യാമറയുള്ള ഏരിയകൾ അവോയ്ഡ് ചെയ്താണ് അയാൾ യാത്ര ചെയ്തത്. സഞ്ചാരം, അതാണ് ഞാൻ പറഞ്ഞത്, സഞ്ചാരം യൂഷ്വൽ റൂട്ട് അയാൾ ഒഴിവാക്കി. വന്നതും പോയതും വ്യത്യസ്തമായ റൂട്ടിലാണ്. ആ റൂട്ട് തന്നെ തിരിച്ചും മറിച്ചൊക്കെ പോയി ഞങ്ങളെ കുറേ കുഴപ്പിച്ചു. കാരണം ഞങ്ങൾ ഒരു ഏരിയ പോവും, വ്യത്യസ്തമായി. പിന്നെ ഞങ്ങൾ ഇയാൾ ഉപയോഗിച്ച സ്കൂട്ടർ എൻഡോർക്ക്, ഈ എൻഡോർക്ക് സ്കൂട്ടർ അതിൻ്റെ GPS ഉണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് കിട്ടിയില്ല. അതിന് ഇൻബിൽറ്റ് GPS ഉണ്ടെങ്കിലും ഞങ്ങൾക്കത് ഓൺലൈൻ പെയർ ചെയ്യുന്ന സംവിധാനമൊക്കെ ഉണ്ട്. ഞങ്ങൾ ആ ഭാഗം നോക്കി. സൈബർ എവിഡൻസ് എല്ലാം ഞങ്ങൾ നോക്കി. എല്ലാം അതായത് ഇൻവെസ്റ്റിഗേഷൻ്റെ എല്ലാ ആംഗിളും ഞങ്ങൾ നോക്കി. ഞങ്ങളുടെ സീനിയർ ഓഫീസേഴ്സ്, ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് സാറ് മുതൽ ADGP ലോ ആൻഡ് ഓർഡർ മനോജ് എബ്രഹാം സാറ്, നമ്മുടെ മീണ സാറ് IGP, ഹരിശങ്കർ സാറ് എല്ലാവരുടെയും കൂട്ടായ പ്രയത്നമാണ്. ഇയാൾ ഇതിന് മുൻപ് കവർച്ച വല്ലതും നടത്തിയോ, അങ്ങനെ എന്തെങ്കിലും? അത് വെരിഫൈ ചെയ്യാനുണ്ട്. അയാളില്ല എന്ന് പറയുന്നു, പക്ഷേ ഞങ്ങൾ വെരിഫൈ ചെയ്യണം. കാരണം അയാൾ പറയുന്നതിന് അതേപടി അത് പരിശോധിക്കാനുണ്ട്. അയാളുടെ റോള് പരിശോധിക്കാനുണ്ട്. ഇയാൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ തന്നെ. നിങ്ങൾ വീട്ടിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് എത്തുമ്പോൾ ഇയാളുടെ റിയാക്ഷൻ എന്തായിരുന്നു? അയാൾ ആദ്യം ഷോക്ക്ഡ്, പിന്നെ നിർവികാരനായിപ്പോയി. അയാൾ പറഞ്ഞു ഒരിക്കലും എന്നെ പിടിക്കുമെന്ന് ഞാൻ കരുതിയില്ലെന്ന് പറഞ്ഞു. അയാളുടെ വീട്ടിൽ തന്നെ ഇരിക്കാൻ കാരണം ഒരിക്കലും എന്നെ പിടിക്കുമെന്ന് കരുതിയില്ല. അയാൾ എന്നിട്ട് ഒരുപാട് കള്ളങ്ങളൊക്കെ പറഞ്ഞു. അയാൾ പല കാര്യങ്ങളും പറഞ്ഞ് പല കാര്യങ്ങളും അയാൾ തിരിച്ചും മറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, പിടിച്ചേ പറ്റൂ. പൈസയെ സംബന്ധിച്ച് അയാൾ പറയുന്നുണ്ട്, എവിടെയൊക്കെയോ ഒളിച്ചു വെച്ച കാര്യം പറയുന്നുണ്ട്, കുറേ പൈസ ചിലവാക്കിയ കാര്യം പറയുന്നുണ്ട്. പക്ഷേ അത് ഞങ്ങളൊന്ന് ഒന്നുകൂടി ചോദ്യം ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് അതിൻ്റെ റിക്കവറി നടത്തും. അതാണ് ഞാൻ പറഞ്ഞത്. അയാൾ പലയിടവും പറയുന്നല്ലോ, അയാൾ പിന്നെ മണ്ണിനടിയിൽ കുഴിച്ചിട്ട കാര്യവും വെച്ച കാര്യവും ഒക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കത് ചോദിച്ച് വ്യക്തത വരുത്തി നിയമാനുസൃതമുള്ള നടപടിയിലേക്ക് എത്രയും പെട്ടെന്ന് കിടക്കും പോലീസ്. എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ? അയാൾ നിലവിലില്ലെന്ന് പറയുന്നു. ഞങ്ങളത് പരിശോധിക്കുന്നുണ്ട്. അത് പരിശോധിക്കും. അങ്ങനെ അയാൾ പറയുന്ന അതേപടി എടുക്കുന്നില്ല. ഏത് ബാങ്കിലാണ് ഇത്? അയാൾക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ചാലക്കുടി ബാങ്കിലാണ് ബ്രാഞ്ച്, ചാലക്കുടി ബ്രാഞ്ചിലാണ് അയാൾക്ക് അക്കൗണ്ട് ഉള്ളത്. അതുകൊണ്ട് ഫെഡറൽ ബാങ്ക് കാര്യങ്ങൾ അയാൾക്ക് അറിയാം. ഈ ബ്രാഞ്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് കോട്ട പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഇയാൾ എല്ലാ ഞായറാഴ്ചയും വരാറുണ്ട്. പിന്നെ ഈ പള്ളിയിൽ സാധാരണഗതിയിൽ എല്ലാ ദിവസവും വളരെയധികം ആളുകൾ ഈ മാസിന് വരും. അപ്പോൾ അയാൾക്കറിയാം വെള്ളിയാഴ്ചകൾ പോലും ആദ്യ വെള്ളിയാഴ്ചയും അവസാനത്തെ വെള്ളിയാഴ്ചയും അവിടെ പിന്നെ മാസുണ്ട്. 2ാം വെള്ളിയും 3ാം വെള്ളിയും ഇല്ല. അതാണ് അയാൾ ഈ 2ാം വെള്ളി സെലക്ട് ചെയ്തത്. അപ്പം ഞങ്ങൾക്ക് ആദ്യമേ വ്യക്തമായൊരു ധാരണയുള്ളത്, ഈ ബാങ്ക് നേരത്തെ പരിചയമുള്ള ഒരാളാണ്, ഈ സ്ഥലം നല്ല ധാരണയുള്ള ആളാണ്. അയാളുടെ വരവും പോക്കും, സ്ഥലം പരിചയമില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഇത്ര ഫ്രീ ആയിട്ട് വന്ന് ഈ ഓപ്പണായിട്ട് കയറി തിരിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളത് ബേസ് ചെയ്ത് അപ്പം ജയിൽ റിലീസ്ഡിനെ നോക്കിയപ്പോഴും ഞങ്ങൾ ആ പ്രാദേശികമാണ് നോക്കിയത്. പിന്നെ അയാൾ ഹിന്ദി വളരെ ബോധപൂർവം പറഞ്ഞുവെങ്കിലും
ഞങ്ങൾക്ക് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങളുടെ ഓഫീസേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തതിലും ഞങ്ങളെല്ലാവരും കൂടെ പരസ്പരം ചർച്ച നടത്തിയതിലും ഹിന്ദിക്കാരനല്ല എന്ന് ഇയാൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്? ഏറെ വർഷം അയാൾ ജോലി ചെയ്തിരുന്നു. നിലവിൽ അയാൾ പെർമനൻ്റ് ആയിട്ട് അയാൾക്ക് ജോലിയൊന്നുമില്ല. സാമ്പത്തികമായിട്ട് ഒരുപാട് ബാധ്യതയുണ്ട്.